ആ ടീച്ചറെ പറഞ്ഞോളൂ. സാറേ നാളെ ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആവും. സാറേ ഫസ്റ്റ് അവർ ഫ്രീ ആണോ? ആ അങ്ങനെയാണെങ്കിൽ എന്റെ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യൂ. ഓ അതിനെന്താ. താങ്ക് യു. ഓ താങ്ക് യു. ഗുഡ് നൈറ്റ്. പോയിട്ട് വരാം. പയ്യെ റഹിമായി പെണ്ണ് കാണാൻ പോലൊന്ന് നമ്മൾ വെറുതെ ഒരുങ്ങിക്കെട്ടി ലീവ് കൊടുത്ത് പരിഹസിക്കപ്പെടുകയാണ്. അതാ സാറേ ഞാനും പറഞ്ഞത്. സാറിനി പെണ്ണാണെന്ന് പോകണ്ട. നമുക്കറിയുന്ന പെൺകുട്ടികളെ നേരിട്ട് പോയി അന്വേഷിക്കുക. അതാകുമ്പോൾ രണ്ടുപേർക്ക് പെട്ടെന്ന് അടുത്തറിയാനും പറ്റൂ. സാറേ താങ്ക്സ്. ഓ ശരി. സാറേ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ആ ബബിത ടീച്ചർ ഒന്ന് ആലോചിച്ചാലോ? ശരിയാവില്ല. ഞാനും ടീച്ചറും ഒരേ സ്ഥാപനത്തിൽ ജോലി എടുക്കുന്ന ആളുകളല്ലേ. നമ്മൾ വെറുതെ ടീച്ചർ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാം? സാറൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നല്ലൊരു ആലോചന അല്ലേ? അല്ലേ ടീച്ചറെ? ടീച്ചർ വീടിൻ്റെ കാര്യം എന്തേ? ഒന്നും ആയില്ല റഹീമേ. ഒന്ന് രണ്ട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കണ്ടറിഞ്ഞ് അന്വേഷിക്കണ്ടേ? ശ്രീനിവാസ മാഷ കെയർ ഓഫിൽ ഒരു വീടുണ്ട്. ആണോ? നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേ. ആണോ? സാറിനെ അറിയാനാണാളോ? നാളെ മറ്റന്നാളായിട്ട് ഞാൻ സാറൊന്ന് പോയി നോക്കുന്നുണ്ട്. ശരിയാണെങ്കിൽ ടീച്ചറെ കുറിച്ച് അറിയിക്കാം. ഒന്ന് പെട്ടെന്നൊന്ന് അന്വേഷിച്ച്. ഓ ശരി, താങ്ക്സ്. എൻ്റെ കെയർ ഓഫ് ഏത് വീടാ? എൻ്റെ മാഷ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീക്കുക. വീടൊക്കെ ആയാൽ പിന്നെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് അല്ലേ? ആ മാഷേ, ടീച്ചർ പാലക്കാട്ടുകാരിയാ. അച്ഛൻ മരിച്ചേ. അമ്മ പിന്നെ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്. പഠിക്കുക. ബബിത ടീച്ചറാണ് ഇപ്പം വീടിൻ്റെ വരുമാന സ്രോതസ്. ഓ നല്ല ഫാമിലിയാ. നമുക്ക് താണ്ട് ഉറപ്പിക്കാം മാഷേ. അറിയുന്ന നമ്മൾ ടീച്ചർക്ക് വീട് ശരിയായി കൊടുത്തില്ലല്ലോ. സംഗതി ഉള്ളിൽ കയറി. റഹീമിൻ്റെ അറേഞ്ച് മാരേജ് ആയിരുന്നോ? അല്ല സാറേ, എൻ്റെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത്? എന്ത്? മുമ്പ് ഞാൻ KSEBിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ. അവിടെ ഡാറ്റ എൻട്രിക്ക് വന്നതായിരുന്നു അമീറ. അവിടെ വച്ചാ അവളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ അവിടെ മിന്നലോണ്ട് പടച്ച പോലത്തെ 3 എതിരാളികൾ. സുഹൈല്, സൂരജ്, സൽമാൻ. അതിൻ്റെ ഇടയിൽ ഞാനൊരു റഹീമും. ജയിക്കൂലായിരിക്കും മാഷെ, പക്ഷെ തോറ്റു കൊടുക്കാൻ പറ്റൂലല്ലോ. ഞാൻ എൻ്റെ അവസാന തടവാണ്ട് പുറത്തെടുത്ത് നല്ല മട്ടിൽ വിളമ്പിയാൽ വേണ്ടാന്ന് പറയത്ത് 2 സാധനങ്ങളുള്ളൂ മാഷെ: സ്നേഹവും ഭക്ഷണവും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണറിയാത്ത പൊന്നാനിക്കാരില്ല മാഷെ.
ഒരു ദിവസം ഭക്ഷണത്തിന് പകരം ഞാൻ എൻ്റെ പ്രേമം അങ്ങോട്ട് വിളമ്പി. ഇന്നിഷ്ടാണ്. വിളിയും തമ്മിൽ അറിയാത്തവൻ്റെ അല്ല പാചകവസ്തു. അമ്മേ, നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ അറിയോ? പുലാവ് ഇത് റഹീം, മാഷ് കഴിക്കുന്നില്ലേ? ഓ കഴിക്കാം. ടീച്ചറെ കഴിച്ചു നോക്ക്. ഇല്ല സാറേ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിക്കുക ടീച്ചറെ, എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ്. കൊള്ളാലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ടീച്ചറെ കുറച്ച് കഴിക്കുന്നോ? വേണ്ട ടീച്ചറെ, വയറ് ഫുള്ളാ. അല്ല, ശ്രീനിവാസ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടെന്താ, സാറിൻ്റെ അമ്മ ഉണ്ടാക്കിയതാ. നല്ല ടേസ്റ്റ് ഉണ്ട്. റഹീമേ, ഇച്ചിരി കഴിക്കുന്നോ? മാഷിന്റെ സ്പെഷ്യലാ. വേണ്ട ടീച്ചറെ, മതിയെന്ന് കഴിച്ചു ഞാൻ.